ഏറ്റവുമധികം രാജ്യങ്ങളിൽ വിസ ഇല്ലാതെ പ്രവേശിക്കാൻ കഴിയും എന്നതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകൾ ഏതൊക്കെയാണ് എന്ന പട്ടിക പുറത്തുവന്നു. തുടർച്ചയായി 4ാം തവണയും ഈ പട്ടികയിൽ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. UAE പൗരത്വമുള്ള ഒരു വ്യക്തിക്ക് ലോകത്തിന്റെ 90% ഭാഗത്തും വിസയില്ലാതെ തന്നെ പോകാൻ സാധിക്കും. 133 രാജ്യങ്ങളിൽ ഇവർക്ക് സന്ദർശിക്കാൻ വിസ ആവശ്യമില്ലാത്തപ്പോൾ 47 രാജ്യങ്ങളിൽ ഇവർക്ക് ചെന്നിറങ്ങുമ്പോൾ തന്നെ വിസ ലഭിക്കും. ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള 20 രാജ്യങ്ങളുടെ പട്ടികയിലുള്ള ബാക്കി 19 രാജ്യങ്ങളും യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ളവരാണ്. കഴിഞ്ഞ വർഷം 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ജർമ്മനി 5ാം സ്ഥാനത്ത് എത്തിയപ്പോൾ സ്പെയിനാണ് ഇത്തവണ 2ാം സ്ഥാനത്ത് എത്തിയത്. ഫിൻലാൻഡ് 3ാം സ്ഥാനത്തും ഫ്രാൻസ് 4ാം സ്ഥാനത്തും എത്തിയപ്പോൾ ജർമ്മനിക്ക് പുറകിലായി ബെൽജിയം 6ാം സ്ഥാനത്തെത്തി. ഇറ്റലിയാണ് 7ാം സ്ഥാനത്ത്. G20 രാജ്യങ്ങളിൽ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഫ്രാൻസിൻ്റേതാണ്. UK പാസ്പോർട്ടാണെങ്കിൽ താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ 22ാം സ്ഥാനത്തുണ്ടായിരുന്ന UK പാസ്പോർട്ട് 10 സ്ഥാനങ്ങൾ കീഴ്പോട്ട് പോയി 32ാം സ്ഥാനത്താണ് ഈ വർഷം. UK പാസ്പോർട്ട് ഉള്ളവർക്ക് 125 രാജ്യങ്ങൾ വിസയില്ലാതെ സന്ദർശിക്കാനാകുമ്പോൾ 49 രാജ്യങ്ങളിൽ ചെന്നിറങ്ങുമ്പോൾ പാസ്പോർട്ട് ലഭിക്കും. 2017 ഏറ്റവും ശക്തമായ 10 പാസ്പോർട്ടുകളിൽ ഒന്നായിരുന്നു UKയുടേത്. അമേരിക്കൻ പാസ്പോർട്ടിന്റെ ഗതിയും താഴോട്ട് തന്നെയാണ്. കഴിഞ്ഞ തവണ 27ാം സ്ഥാനത്തുണ്ടായിരുന്ന അമേരിക്കൻ പാസ്പോർട്ട് ഇത്തവണ 38ാം സ്ഥാനത്താണ്. 123 രാജ്യങ്ങളാണ് അമേരിക്കൻ പാസ്പോർട്ട് ഉള്ളവർക്ക് വിസയില്ലാതെ സന്ദർശിക്കാൻ കഴിയുക. 50 രാജ്യങ്ങളിൽ വിസ ഓൺ അറൈവലുമുണ്ട്. 2019 ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള 20 രാജ്യങ്ങളുടെ പട്ടികയിൽ അമേരിക്ക ഇടം പിടിച്ചിരുന്നു. ആയുധശക്തിയിലും സമ്പത്തിലും അമേരിക്കയോട് മത്സരിക്കുന്ന ചൈന പക്ഷേ പാസ്പോർട്ടിന്റെ ശക്തിയിൽ ഏറെ പിന്നിലാണ്. 111ാം സ്ഥാനമാണ് ചൈനയ്ക്ക് ഈ പട്ടികയിലുള്ളത്. ഇന്ത്യ 142ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചപ്പോൾ അയൽക്കാരായ മ്യാൻമാർ 177ാം സ്ഥാനത്തും ശ്രീലങ്ക 179ാം സ്ഥാനത്തുമാണ്. ബംഗ്ലാദേശിന്റെ സ്ഥാനം 193ഉം പാകിസ്ഥാന്റേത് 195ഉം അഫ്ഗാനിസ്ഥാന്റേത് 198ഉമാണ്. 199ാം സ്ഥാനത്തുള്ള സിറിയയാണ് ഈ പട്ടികയിലെ ഏറ്റവും അവസാനത്തെ രാജ്യം. എന്തായാലും ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത് UAE വിസ തന്നെയാണ്. കൂടുതൽ രാജ്യങ്ങളിൽ പോകാം എന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്. UK എന്തായാലും ഇപ്പോൾ താഴേക്ക് പോയ അവസ്ഥയിലാണ്. അമേരിക്കയുടെ സ്ഥിതിയും അതുതന്നെയാണ്.